അതായത് എൻ്റെ തള്ളയ്ക്ക് വരെ വിളിച്ച് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്നോട് ചോദിക്കുക. 66 വയസ്സായി നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു 66 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളമല്ലേ, നിങ്ങളൊക്കെ അതുപോലെ ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, അലൈപ്പായുതേ കണ്ണാ എൻ മനമിതിൽ അലൈപ്പായുതേ. എടാ 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 ഇറക്ക, എന്താടാ ഇത്? എൻ ആനന്ദമോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ. എടാ എന്തടാ എന്തേ? മാമാ കമലാസന. എന്റെ പ്യാര് വിളിച്ചാടാ അഴുക്ക കഴിവാതെ. എന്തൊരു മാമാ നോട്ടേ. എങ്ങനെയുണ്ട് മാമ? എന്തൊരു ഇറക്കാ നീ കാണിക്കുന്നത്? മാമ റിസൾട്ട് അസോസിയേഷന്റെ ഭാഷ്യം വരെയില്ലേ, അതിനെന്തര്? മാമ എന്റെ മോഹിനിയാട്ടം ഉണ്ട്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ മോഹിനിയാട്ടം നടത്തുന്നത്. മാമ ഞാൻ മോഹിനിയാട്ടത്തിന്റെ റിഹേഴ്സലും കഴിഞ്ഞിട്ട് വന്നതല്ലേ മാമ. ഇത് മോഹിനിയാട്ടം അല്ലടാ, പിന്നെ മോഹനയാട്ടം. മോഹനയാട്ടം പേര് മാറ്റിയാമ അതിന്റെ. പെണ്ണുങ്ങൾ കളിച്ചാ മോഹിനിയാട്ടം, ആണുങ്ങൾ കളിച്ചാല മോഹനയാട്ടം എന്ന് പറയും. അതാര് പറഞ്ഞത്? സത്യഭാമ പറഞ്ഞ്. എന്തായിരുന്നു? മോഹിനി ആട്ടം, മോഹന ആട്ടം ഉണ്ടോ, മോഹനൻ ആട്ടം ഉണ്ടോ? അത്യാവശ്യം മോഹിനിയായിരിക്കണം. മോഹനാട്ടം എന്ന് പറഞ്ഞൊരു സാധനം പിന്നീടൊക്കെ വന്നതാ. ആണുങ്ങൾക്ക് ഇനി മോഹിനിയാട്ടം കളിക്കാക്കൂലാമോ? ആണുങ്ങൾക്ക് ഇനി മോഹിനിയാട്ടം കളിക്കാക്കൂല. ആണുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കളി എന്തിനുണ്ടോ മാമ? എത്ര കളികൾ കിടക്കണേ, ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു തരും മാമ. കുട്ടിയും കോലും, തലപ്പന്ത് കളി. കേൾച്ചു പോടാ, അവർ പറയുന്നത് എന്തരാണെന്ന് കേള. നമ്മളങ്ങനെ ഇത്തിരി സൗന്ദര്യം ഇല്ലാത്തൊരു പയ്യ ആരായിരുന്നല്ല, കുച്ചിപ്പുടിയുണ്ട്, കഥക്ക്, ഒഡീസി, എന്തൊക്കെ കളിക്കാം. ഈ കുച്ചിപ്പുടി കഥക്കെ കളിക്കാൻ ഈ ഷേപ്പ് മതിയാമ? എന്താടാ എന്താ കുച്ചിപ്പുടി കഥക്കൊക്കെ കളിക്കാനേ ഇതുപോലത്തെ ഷേപ്പൊക്കെ മതിയാ? ഷേപ്പൊക്കെ ഇത് മതി. മെയിനായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നേ. അതിരുവമ്മ വികാരവും വിചാരവും തമ്മിലുള്ള തിരിച്ചറിവ് മെയിനായിട്ട് വേണം, എന്നാലും അഭിനയമൊക്കെ വരും. ഈ അഭിനയത്തിന്റെ കാര്യം അവിടെ നിൽക്കിട്ട് എവിടെ നിൽക്കിട്ടെന്നാ? എന്റെ പൊന്നു മാമ, ഒരു ക്വാർട്ടർ വാങ്ങിച്ച് വെള്ളം ചേർക്കാതെ അടിച്ചാലേ ഈ വികാരവും വിചാരമൊക്കെ വന്നുകൊണ്ടിരിക്കും മാമ. അങ്ങനെയാണെങ്കിൽ നിന്റെ മുഖത്തിന്റെ ഷേപ്പം മാറി കിട്ടും. അവയവങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കളിച്ച് നല്ല ഫലിപ്പിക്കേണ്ട ഒരു ആർട്ട് ഫോമാണ് അത്. ഇവര് പറഞ്ഞു വെച്ചോ നോക്കുമ്പോഴത്തേക്ക് തെറ്റല്ലേ അമ്മ പറഞ്ഞതൊക്കെ? എടേ, പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അതൊക്കെ അവര് തമ്മിൽ തീരുമാനിക്കട്ടെ. എന്നാലും എടാ, എനിക്കുള്ള ഒരു പ്രയാസം അതല്ല. എന്തിനാമ? ഇത്രയും പ്രായമായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി തള്ളക്ക് വിളിച്ചത് ഒട്ടും ശരിയായില്ല. തള്ളക്ക് വിളിച്ചു? ആരുമാ തള്ളക്ക് വിളിച്ച? അതായത് എൻ്റെ തള്ളയ്ക്ക് വരെ വിളിച്ച് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്നോട് ചോദിക്കുക. 66 വയസ്സായി നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു 66 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളമല്ലേ, നിങ്ങളൊക്കെ അതുപോലെ ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അവസാനം നിങ്ങളുടെ അമ്മ, എൻ്റെ അമ്മേനെ അച്ഛനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഒരു അമ്മയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അവരതിന്റെ അത്ര പറഞ്ഞോളൂ, ഞാൻ വല്ലായിരിക്കണമായിരുന്നു. നീ ആയിരുന്നെങ്കിൽ എനിക്ക് ഓടിക്കളഞ്ഞെ. ആര്? ഞാനാ? നീ തന്നെ. മാമ അടിച്ചവരെ കവാലം പൊളുന്നേനെ ഞാൻ. അതാണ് വേണ്ടത്, പിന്നല്ലാതെ. കൊച്ചു പയ്യന്മാരെയൊക്കെ ഈ മൈക്കും കൊടുത്ത് വീടുകളിലേക്കൊക്കെ വിടുമ്പോൾ കുറച്ചും കൂടെ മാന്യമായിട്ട് സംസാരിക്കും. മാമ എന്താ ഈ കറുത്ത ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും പറ്റൂലെന്ന് വെച്ചാലേ അപ്പൊ ആൾക്കാർ കുറയില്ല മാമ? എന്റെ അഭിപ്രായത്തില് ഇനി കുയിലിനും പാടാൻ ഒക്കൂല എന്ന് തോന്നണ്. തോമ കുയില് പാടത്തെ? കുയിലിന്റെ നിറം തരടാ കറുപ്പ്, അത് തന്നെ കാര്യം. എന്തിനാ മാമ? കുയിൽ ഇനി പാടൂലെന്ന് തന്നെ.